ഹായ്. അപ്പോൾ ഇന്ന് ആന്ധ്രയിലെ ഒരു പുഡിങ്ങാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് ഇവിടെ ഒരു ട്രഡീഷണൽ പോലെ കേട്ടോ ഈ പുഡിങ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ നമുക്ക് അത് പശുവിനൊക്കെ കിടാവ് ഉണ്ടാകത്തില്ലേ ചെറിയ. അപ്പോൾ ഇവിടെ ഇത് ഉണ്ടായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ ഫസ്റ്റ് ഉണ്ടാകുന്ന പാലൊരു ചെറിയ യെല്ലോ കളറായിരിക്കുമല്ലോ. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, ആ ബെല്ലടിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് കാണിക്കാതെ. ശനിയാഴ്ച രാത്രി ഏതാണ്ട് ഒരു 9 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ കാണാൻ പറഞ്ഞു. അപ്പുറത്ത് കടയിൽ నేను ఇది చేద్దాం అనుకున్నా. అదే జున్ను చేస్తా. എൻ്റെ ഹസ്ബൻഡ് വന്ന് ബെല്ലടിച്ചപ്പോൾ അങ്ങോട്ട് പോയി. അപ്പം ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന പാല് നമ്മൾ കുടിക്കത്തില്ല ഇവിടെ. അതൊരു യെല്ലോ കളറായിരിക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ആ പാല് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെ ആ പാൽ ഇവിടെ ഈ ജുണ്ണുണ്ടാക്കാൻ മാത്രം, അതിൻ്റെ പേര് ജുണ്ണുണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്നത്. ആ പാൽ എത്രയോ വേണോ അതേ സെയിം അളവ് സാധാരണ പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരു സിമ്പിൾ ആവശ്യമെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര, ഇവിടെ ഒരു ട്രഡീഷണൽ പോലെ ഇത് കേട്ടോ. ജുണ്ണ് ഭയങ്കര ഇഷ്ടം, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ ഞാൻ SI കോച്ചിങ്ങിന് ചേർത്തിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകും, എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാലും ഈ പാലും നമ്മൾ സമമായിട്ട് ചേർക്കണം. സമമായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, ശർക്കര ചിരണ്ടിയത്. അപ്പോൾ ഇത് എത്രയാണോ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി. ചിലരൊക്കെ ഇച്ചിരി ഷുഗറും കൂടെ ആഡ് ചെയ്യും. പക്ഷേ എൻ്റെ കുഞ്ഞിന് ശർക്കരയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ശർക്കര ഇട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഏലക്ക പൊടിച്ചത്, കാരണം ഞാൻ മിക്സി പൊടിച്ച് വെച്ച് ഏലക്ക മൊത്തം തീർന്ന് അങ്ങനെ പെട്ടെന്ന് ഇടിച്ചുണ്ടാക്കി നല്ലതായിട്ട് പൊടിയായിട്ടുണ്ടത് കേട്ടോ ഏലക്കയുടെ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഏലക്കപ്പൊടി ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ കുരുമുളക് പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിലെല്ലാം തീർന്ന്, ഇനി എല്ലാം റെഡിയാക്കണം. അപ്പം ഞാൻ ആ കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത്, അപ്പോൾ ഒന്നുമില്ല, നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മളിട്ട് ശർക്കര നന്നായിട്ട് ഇതിനകത്ത് അലിഞ്ഞ് ചേരണേ. അതിനുവേണ്ടി നല്ല, ഇത് ആന്ധ്രയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പുഡിങ്. എനിക്ക് തോന്നുന്നു, എനിക്ക് വേറെ എവിടെയും ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്, ഇത്രയേ ഉള്ളൂ. 2 പാലും, കുറച്ച് ഏലക്കപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടിയും, ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച്. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ അകത്താണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഒരു വിസിൽ വന്നാൽ മതി, സെറ്റാകും. ഞാനത് കാണിച്ചു തരാതെ. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കൊടുക്കട്ടെ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതെല്ലാം ഇതിനകത്ത് ചേരണം. മറ്റേ നമ്മുടെ 2 പാലും ശർക്കരയും ഏലക്കാപ്പൊടിയും കുരുമുളകും. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തവി എടുത്തിട്ട് നമുക്കിത് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാവേ. കുക്കർ വെച്ചിട്ട് ഒരു വിസിൽ മതി കേട്ടോ. നമുക്ക് ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ സെറ്റാകും. അത് സെറ്റായി കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകാൻ എല്ലാം റെഡിയായി. ഹസ്ബൻഡ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് കുഞ്ഞിൻ്റെ അടുത്ത് പോകാം. എൻ്റെ കുഞ്ഞ് ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ മാറി നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ഇത് 8 മാസത്തെ കോച്ചിങ്ങേ ഉള്ളൂ. ചെന്നൈയിൽ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ചെന്നൈ പോയി ഞങ്ങളൊരു വീടെടുത്ത് താമസിച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചത് എഞ്ചിനീയറിങ്. ഇപ്പം 8 മാസത്തെ ഇതൊരു കോച്ചിങ്, SI കോച്ചിങ്ങാണ്. അപ്പോൾ ഇത് ഹോസ്റ്റൽ കൊള്ളത്തില്ല. ഞാൻ അവിടെ ഒരു വീടെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആന്ധ്രയിൽ തന്നെ. ഞങ്ങൾ വിശാഖപട്ടണത്തും ഇത് കാക്കനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു 3 മണിക്കൂർ ജേർണി. അപ്പോൾ നമ്മൾ ഇന്ന് കുഞ്ഞിൻ്റെ അടുത്തോട്ട്, അപ്പോൾ നാളെ സാറ്റർഡേ സൺഡേ അല്ലേ, നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്. ഹസ്ബൻഡിനും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ അടുത്തോട്ട് 2 ദിവസത്തിന് പോവുകയാണ്. അപ്പോൾ 2 ദിവസം കുഞ്ഞുമായിട്ട് ഭയങ്കര ഒരുപാട് പഠിക്കാനുണ്ട്. അത് കാരണം അവർ വിടത്തില്ല സൺഡേ ഒരു ദിവസം ലീവുള്ളൂ. അപ്പോൾ ഇത് ആന്ധ്ര പുഡിങ് ജുണ്ണു. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആന്ധ്രയിൽ ഒരുപാട് ഇതൊക്കെ കാണിച്ചു തരണമെന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ഊണ് കഴിക്കുന്നുണ്ട്. ഞങ്ങളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. എൻ്റെ പേര് കാർത്തിക. ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ നിർത്തിയേക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കുക്കർ തണുത്ത് കഴിയുമ്പോൾ തുറന്നിട്ട് ഞാൻ കാണിക്കാതെ.
അപ്പം എന്നിട്ട് അതെൻ്റെ ബോക്സ് വെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഓട്ടടാ ഓട്ടം. അപ്പം നമ്മുടെ കുക്കർ തണുത്തിട്ടുണ്ട് കേട്ടോ, തണുത്തിട്ടുണ്ട്. അപ്പം തുറക്കാം. തുറന്നു കഴിയുമ്പോൾ കണ്ടോ, ഇതാണ് പുഡിങ്. നമുക്ക് ഇതിങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാം വെന്തോ ഇല്ലയോ എന്നുള്ളത്. ഇതുണ്ടോ, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇത് ഇവിടെ ജുണ്ണെന്നല്ലേ പറയുന്നത്, പക്ഷേ നമുക്ക് മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട്, നമ്മുടെ കേരളത്തിൽ ഇതില്ലാത്തതുകൊണ്ട് ഗീ എന്ന് പറയാമെന്നാണ് പറഞ്ഞു. ഗീ അല്ല, ഏതാണ് പറഞ്ഞായിരുന്നല്ലോ, ലൈക്ക് ചീസ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഇവിടെ എല്ലാവരും ജുണ്ണെന്ന് പറയും. നമ്മുടെ കേരളത്തിൽ ഇത് ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ചീസ് എന്ന് പറയാമെന്ന് പറയും. ഇവിടെ ജുണ്ണന് ഇതുണ്ടോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോകും. ഞാൻ റെഡിയായി, ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് പോകും, അടുത്താണല്ലോ, കാറിലായതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. ഇതായിട്ട് ഇതുപോലെ ബാഗിൽ വെച്ചിട്ട് അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഇച്ചിരി കൊടുക്കും. ഞാനിതൊന്നും തിന്നതില്ല, എനിക്ക് ഇഷ്ടമായാലും ഇതൊന്നും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഹസ്ബൻഡിനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഞാൻ എന്നെ ഉണ്ടാക്കിയാലും എൻ്റെ ഹസ്ബൻഡാണ് ടേസ്റ്റ് ചെയ്യുന്ന ആൾ കേട്ടോ. ഞാൻ ചിക്കനും മട്ടനും ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ആയാലും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഹസ്ബൻഡിനൊന്ന് കൊണ്ട് കൊടുത്ത് നോക്കാതെ ഇതിങ്ങനെ ഇതിൻ്റെ പരുവം. അപ്പോൾ ഇതൊന്ന് കൊണ്ട് കൊടുത്ത് നോക്കാൻ ടേസ്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചെന്നിട്ട് കാണുന്നത് 2 ദിവസം കുഞ്ഞിൻ്റെ കൂടെ. അപ്പോൾ റെഡി ടു ഗോ.